അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്റെ മാസമാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ റജബ്, ആ പുണ്യമായ റജബിന്റെ മഹത്വങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഓരോ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമുക്ക് നൽകുന്ന മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തി. അൽഹംദുലില്ലാഹ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷവാനാണ് നമ്മൾ. പരിശുദ്ധമായ റജബിന്റെ പവിത്രതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രത്തോളം നമുക്കതിന്റെ പവിത്രതകളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം നമുക്കതിൽ മഹത്വങ്ങൾ കൊണ്ടുവരാൻ, നന്മകൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ, എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ഓർക്കേണ്ടതുമായ പുണ്യമായ മാസമാണ് റജബ്. ആ പരിശുദ്ധമായ റജബിൽ കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ ഓരോ മനുഷ്യനും അവിടുന്ന് കൊടുക്കുമെന്നതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണല്ലോ. ആ റമളാനിന്റെ മുന്നോടിയായിട്ട് പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വന്നു. ഈ റജബിൽ നമ്മൾ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പടച്ചവനെ ശഅബാനിലും റമളാനിലും അതിലേക്കുള്ള മുന്നൊരുക്കമാണല്ലോ റജബ്. ഇത് റമളാനിലേക്കുള്ളൊരു കവാടമാണ്. അതാവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായി റജബിലിതാ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കേണ്ടതില്ലോ. ദുനിയാവിന്റെ തൊലിക്കമ്പകളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഏത് സമയത്തും ചിന്തിക്കുന്നത്, ഏത് സമയത്തും നമ്മൾ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലിഖാ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നാൽ ആ പടച്ച തമ്പുരാന്റെ മുന്നിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഈ റജബിലുണ്ട്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, പരിശുദ്ധമായ റജബ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമല്ലോ, ഇരു ലോകത്തും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസമെന്ന് അല്ലാഹ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഇത് പടച്ച തമ്പുരാൻ ആദരിച്ചതല്ലേ, ഇത് അല്ലാഹ് ബഹുമാനിച്ചതല്ലേ. ഈ റജബിൽ വിജയിക്കാൻ റജബിന്റെ രാത്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കോ. ഈ പരിശുദ്ധമായ റജബിൽ നമുക്ക് വിജയിക്കണോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ കൊണ്ടുവരണോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കണോ, ഈ പരിശുദ്ധമായ റജബിന്റെ രാത്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കോ. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു അല്ലാഹു തആല റജബിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നാളെ നിങ്ങൾക്ക് വല്ലാത്ത അനുഗ്രഹം അല്ലാഹു തആല നൽകുകയാണ്. നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ റജബിലൂടെ നിങ്ങൾക്ക് വലിയ ആത്മധൈര്യം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ സൗഭാഗ്യങ്ങൾ തരുന്നതാണ്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു കൊട്ടാരം നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്റെ കൊട്ടാരം നിങ്ങൾക്ക് വേണോ. അതാ പ്രവാചകന്മാരുടെ അമ്പിയാ മുർസലുകൾക്ക് തൊട്ടരികിൽ നിങ്ങൾക്കൊരു കൊട്ടാരം വേണോ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയോ, പരിശുദ്ധമായ റജബുണ്ടല്ലോ, ഈ പുണ്യമായ റജബിന്റെ രാത്രികളില് 100 പ്രാവശ്യം പരിശുദ്ധമായ ഇഖ്ലാസ് സൂറത്തിനെ ഒന്ന് പാരായണം ചെയ്യ. എന്നിട്ട് പടച്ച തമ്പുരാനോട് റജബിന്റെ മഹത്വങ്ങൾ മുൻനിർത്തിയിട്ട് നീ ദുആ ചെയ്യ. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അമ്പിയാക്കളരികിലൂടെ മുർസലീങ്ങൾക്കരികില് നിനക്ക് അല്ലാഹു തആല വലിയ കൊട്ടാരം നിനക്ക് നിർമ്മിച്ചു തരുമെന്ന് അതാവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പരിശുദ്ധമായ റജബിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമല്ലോ. പാപങ്ങൾ
പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല നിന്റെ രോമം പോലും അല്ലാഹു തആല നരകത്തിലിട്ട് കരിക്കില്ലെന്ന് പ്രവാചകരാ പറഞ്ഞത് ഉമ്മ, അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത് വാപ്പാ. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ റബ്ബേ നമ്മളെ ഏടുകൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണ്. ആ ഏടിലും നന്മകളൊന്നും കാണുന്നില്ല. തിന്മകളുടെ ഓരോ കൂമ്പാരങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഏടുകളാണ് നമ്മുടെ ഏടുകള്. കാരണം കണ്ണുകൊണ്ട് കാണുന്നത് പാപങ്ങളാണ്, ചിന്തിക്കുന്നത് പാപമാണ്, കേൾക്കുന്നതും പാപമാണ്. എല്ലാ തെറ്റുകളുമായിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അല്ലാഹ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? നിന്റെ മുമ്പിലേക്ക് റജബ് കടന്നു വന്നില്ലേ മോനെ? നിന്റെ മുമ്പിലേക്ക് ശഅബാൻ വന്നില്ലേ? നിന്റെ മുമ്പിലേക്ക് റമളാൻ കടന്നു വന്നില്ലേ? എന്നിട്ടും നിന്റെ അമലുകൾ നിനക്ക് വർദ്ധിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലേ? നിനക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലേ? ഇത് റജബിന്റെ മഹത്വമാണ്, ഇത് ശഅബാനിന്റെ മഹത്വമാണ്, ഇത് റമളാനിന്റെ മഹത്വമാണ്. അല്ലാഹ് പടച്ചവനെ റബീഉൽ അവ്വൽ വന്നില്ലേ എന്നല്ല ചോദിക്കുന്നത്, സഫർ വന്നില്ലേ എന്നല്ല ചോദിക്കുന്നത്, മറ്റു മാസങ്ങളെയല്ല അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുള്ളത്. മോനെ നിന്നിലേക്ക് റജബ് കടന്നു വന്നില്ലടാ, നിനക്ക് അല്ലാഹു തആല ശഅബാൻ തന്നില്ലേ, റമളാൻ തന്നില്ലേ? ഈ 3 മാസങ്ങളെ എടുത്തിട്ട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഈ മാസത്തിന്റെ മഹത്വമാണ് എന്റെ പ്രിയമുള്ളവരെ. റജബിനും ശഅബാനിനും റമളാനിനും മഹത്വമുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബി. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബിന്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകും. ഇന്ന് പരിശുദ്ധമായ റജബ് 2ാമത്തെ ദിനമാണ്. എത്ര പെട്ടെന്നാ കടന്നു പോകുന്നു. ഉപയോഗപ്പെടുത്തിക്കോ. നമ്മുടെ മുമ്പിൽ നിന്ന് ഇതങ്ങനെ പെട്ടെന്ന് കടന്നു പോകും. ഈ റജബിന്റെ മഹത്വങ്ങൾ, അജബുകൾ അങ്ങനെ കടന്നു പോകും. നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അങ്ങനെയാണ് നല്ലതൊക്കെ പെട്ടെന്ന് പോകും. മനസ്സിലായോ? അവസാന കാലം വരുമ്പോ നല്ല കാര്യങ്ങൾ, നല്ല മനുഷ്യർ, നല്ല ദിനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകും. നമ്മളിങ്ങനെ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് പോകേണ്ടത് പോയിട്ടുണ്ടാകും. പിന്നെ പോയ ബസ്സിന് കൈ കാട്ടിയിട്ട് നമുക്കത് കിട്ടൂല. മനസ്സിലായോ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാൻ, 7 രാത്രികൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, 7 ദിനങ്ങളിൽ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ പടച്ച റബ്ബേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാൻ, നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മാന്റെ റൂഹ്, വാപ്പാന്റെ റൂഹ്, നമ്മുടെ ബന്ധപ്പെട്ടവരുടെ റൂഹുകൾ നമ്മുടെ വീടിന്റെ വാതിലിലേക്ക് വരുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ ഉമ്മ വരും, വാപ്പ വരും, നമ്മുടെ സഹോദരൻ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ട് അവിടെ റൂഹ് നമ്മുടെ വാതിലിക്കൽ വന്നിട്ട് നിൽക്കും. എന്നിട്ട് നമ്മോട് കരഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച നടത്താം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഓരോ വിഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ അമ്പിയാക്കളുടെ റൂഹിനെ കുറിച്ചിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാ. ഒരു അമ്പിയാക്കളിൽപ്പെട്ട ഒരു അമ്പിയാക്കളിൽപ്പെട്ടവരൊരാൾ മരണപ്പെട്ടാൽ, ഒരു പ്രവാചകർ അവിടെ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ശരീരത്തിൽ നിന്ന് പടച്ചവനെ റൂഹ് അങ്ങ് വേർപ്പെടുകയാണ്. എന്നിട്ട് ആ റൂഹ് നേരെ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? അർശിന്റെ താഴ്ഭാഗത്ത് വല്ലാത്ത പ്രകാശമുള്ള സുന്ദരമായ ഒരു പ്രകാശമുള്ള വിളക്കുണ്ട്. ആ വിളക്കിന്റെ ചാരത്ത് പോയിട്ട്, വിളക്കിൽ പോയിട്ട് പടച്ച റബ്ബേ അമ്പിയാക്കളുടെ റൂഹ് ഇങ്ങനെ ഇരിക്കുകയാണ്.
അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. തഖർറുഹാ ജന്നാത്തുൻ അദ്ന, അതിനെന്ന് പറയുന്ന സ്വർഗമാണ് പിന്നീട് അവർക്കുള്ളത്. ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പിന്നീട് ആ റൂഹ് ഇങ്ങനെ കടന്നു പോകുമെന്ന് അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പുണ്യമായ സ്വർഗലോകത്ത് അമ്പിയാക്കളുടെ റൂഹ് ഇങ്ങനെ ഉല്ലസിക്കുകയാണ്, അമ്പിയാക്കളുടെ റൂഹ് ഇങ്ങനെ കിടക്കുകയാണെന്ന് പ്രവാചകർ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായിട്ട് പറയുന്നത് ആരെയാണെന്നറിയോ? അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹിനെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബദറിൽ പങ്കെടുത്ത ശുഹദാക്കള്, ഉഹദിൽ പങ്കെടുത്ത ശുഹദാക്കള്, ഖന്തഖിൽ പങ്കെടുത്ത ശുഹദാക്കള് പടച്ചറപ്പെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. തുരുമ്പിച്ച വാളുമായിട്ട് പടച്ചറപ്പെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സ്വഹാബത്തുണ്ടല്ലോ, യുദ്ധം ചെയ്ത സ്വഹാബത്തുണ്ടല്ലോ. ആ സ്വഹാബത്തിനെ കുറിച്ചാ റസൂലുള്ള പറയുന്നത്. പട്ടിണി കിടന്നുകൊണ്ട് തുരുപ്പിച്ച വാളുമായിട്ട് പടച്ചറപ്പെ ദീനിന് വേണ്ടിയിട്ട് അല്ലാഹുവേ അവിടുന്ന് ക്ഷീണം കൊണ്ട് യുദ്ധം ചെയ്തിട്ട് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് കടന്നുപോയ സ്വഹാബത്തുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ദീനിന് വേണ്ടിയിട്ട് പോരാടിയ ആളുകളെ നമുക്ക് കാണാമല്ലോ. പടച്ചറപ്പെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിലോ ഇരുട്ടിന്റെ കാപാലികന്മാർ കൊല ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ നമുക്ക് മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഷഹീദ് ഫൈസലിനെ പോലെ, റിയാസ് മൗലവിയെ പോലെ പടച്ചവനെ അള്ളാന്റെ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിലോ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട ആളുകളുണ്ടോ? അവരൊക്കെ നാളെ പടച്ചറബിന്റെ മുമ്പിൽ ഷഹീദീങ്ങളാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിൽ ഷഹീദായി പടച്ചറബിന്റെ ദീനിന് വേണ്ടിയിട്ട് ഷഹീദായ ശുഹദാക്കള്, ആ ശുഹദാക്കളെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. ഇദാ ഖറജത് മിൻ അജ്സാദിഹാ, അവിടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുകയാണ്. അവിടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചറബേ പിന്നീട് അവർ കടന്നു പോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ. അവർ കടന്നു പോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ. ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ പച്ചക്കിളികളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പച്ചക്കിളികളുണ്ട് അത്ര. ആ കിളികളുടെ ശരീരത്തിലേക്കുള്ളറയിലേക്ക് ഇവിടെ റൂഹിനെ അല്ലാഹു തആല നിക്ഷേപിക്കുകയാണ്. പടച്ചവനെ, എന്നിട്ടതാ സ്വർഗത്തിന്റെ വാതായനങ്ങളിലൂടെ, സ്വർഗത്തിന്റെ കൊട്ടാരങ്ങൾക്കരികിലൂടെ, സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങൾക്കരികിലൂടെ, സ്വർഗത്തിന്റെ ഓരോ പാലരുവികൾക്കരികിലൂടെ ഇതാ പടച്ചവനെ ഈ പച്ചക്കിളികൾ ഇങ്ങനെ പാറി നടക്കുമെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വർഗത്തിന്റെ പാലരുവികളും തേനരുവികളും അവരിങ്ങനെ കൊത്തി കുടിക്കുകയാണ്. സ്വർഗത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലൂടെയും അവരിങ്ങനെ പാറിക്കളിക്കുകയാണെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാരെന്നറിയോ? അർവാഹു സാലിഹീൻ. ഈ ദുനിയാവിൽ പടച്ചവൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരാണ് എന്റെ പ്രിയമുള്ളവരെ. ആരോടും വെറുപ്പില്ല, ആരോടും ദേഷ്യമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ ഈ ദുനിയാവിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ കടന്നു പോയിരുന്ന പടച്ചവനെ സാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ. അവരെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. അവിടെ റൂഹിനെ പടച്ചവനെ തന്റെ ശരീരത്തിൽ നിന്നങ്ങ് വിട്ടുപിരിഞ്ഞാൽ, തന്റെ ശരീരത്തിൽ നിന്നങ്ങ് വിട്ടുപിരിഞ്ഞാൽ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ റൂഹ് നേരെ കടന്നു പോകുന്നതാണ് ഫിരിയാദിൽ ജന്ന.
സ്വർഗത്തിന്റെ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളുണ്ടല്ലോ, ആ പൂന്തോട്ടങ്ങളിൽ കിടന്നിട്ട് അവരിങ്ങനെ ഉല്ലസിക്കുകയാണ്, അവിടെ റൂഹ് ഇങ്ങനെ ആനന്ദിക്കുകയാണ്. പഠിച്ചവനെ, ആ സ്വർഗത്തിൽ വലിയ സമാധാനം അവർക്ക് നൽകുകയാണ്, ആനന്ദം അവർക്ക് നൽകുകയാണ്. എന്ത് ചോദിച്ചാലും, എന്ത് കരുതിയാലും, എന്ത് ചിന്തിച്ചാലും അവിടെ മുല്ലറയിലേക്ക് കടന്നു വരികയാണ്. പഠിച്ചവരെ, അങ്ങനത്തെ അനുഭൂതികളില് സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങൾക്കരികിലൂടെ അവർ ഉല്ലസിക്കുമെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വിഭാഗം ആരാണെന്നറിയോ? അതാ പ്രവാചകൻ പറയുന്നു, ദുനിയാവിൽ തെറ്റുകൾ ചെയ്തുകൊണ്ട്, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണ് കുടിച്ചുകൊണ്ട്, നിസ്കാരമില്ലാതെ ഉമ്മാനെ ആക്രമിച്ചുകൊണ്ട്, വാപ്പാനെ തെറി വിളിച്ചുകൊണ്ട്, പടച്ചവനെ മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട്, മറ്റുള്ള സ്വത്ത് അപഹരിച്ചുകൊണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിലൂടെ കടന്നുപോയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ റൂഹിനെ കുറിച്ച് റസൂലുള്ള പഠിപ്പിക്കുകയാ. അതാ റസൂലുള്ള പഠിപ്പിക്കുകയാ, ബൈന സമാവാതി വൽ അർളി ഫിൽ ഹവാ. അവിടെ റൂഹിങ്ങനെ അന്തരീക്ഷത്തില്, അവിടെ റൂഹിങ്ങനെ അന്തരീക്ഷത്തില് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലൂടെ പടച്ചറബേ എങ്ങോട്ട് പോകുമെന്നറിയാൻ, എന്ത് ചെയ്യണമെന്നറിയാൻ പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലയുകയാണ്. അല്ലാഹുവേ, പടച്ചറബേ പ്രയാസപ്പെട്ടുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അലയുമെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. അവർക്കൊന്ന് പടച്ചവറബേ ഒന്ന് സമാധാനം കണ്ടെത്താനുള്ള സ്ഥലങ്ങളില്ല, അവർക്കൊരു സ്ഥലവുമില്ല എന്റെ പ്രിയമുള്ളവരെ. കാരണം എന്ത്? ദുനിയാവിലെ തെറ്റുകൾ ചെയ്തതാ, ദുനിയാവിലെ തെറ്റുകൾ ചെയ്തതാ, അല്ലാഹനെ മറന്നതാണെന്ന് അതാവിടുന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. അഞ്ചാമത്തെ റൂഹിനെ കുറിച്ചിട്ട് റസൂലുള്ള പഠിപ്പിച്ചത് ആരാണെന്നറിയോ? അർവാഹുൽ കുഫാർ. പടച്ചറബിനെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹനെ കുറിച്ച് പറഞ്ഞപ്പോ, പടച്ചറബി അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുഫ്രിയത്തിന്റെ അടയാളങ്ങളുമായിട്ട് കടന്നു പോയവരുണ്ടല്ലോ, ആ വിഭാഗത്തെ കുറിച്ചിട്ട് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, കറുത്ത നിറത്തിലുള്ള ഒരു പക്ഷികളുണ്ടത്രേ, കറുത്ത നിറത്തിലുള്ള ഒരു പക്ഷികളുണ്ടത്രേ. അത് നരകത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്, നരകത്തിന്റെ തീജാലകൾ അതിങ്ങനെ ശ്വസിക്കുകയാണ്. പടച്ചുറബേ, വല്ലാത്ത പ്രയാസമാണ്. അങ്ങനത്തെ പക്ഷികൾക്ക് അരികിലൂടെ, അവരുടെ കരികിലൂടെ, അവരുടെ ശരീരത്തിലേക്ക് ഈ കുഫാരികളായ ആളുകളെ റൂഹിനെ അല്ലാഹു തആല കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത്തെ വിഭാഗമാരാ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടുന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല, റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. അങ്ങനെ അവിശ്വാസികളായി കടന്നു പോയ ആളുകൾ, അവിടെ റൂഹിന് അല്ലാഹു തആല നരകത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു കറുത്ത തരം പക്ഷികളുടെ, ആ പക്ഷികളുടെ ശരീരത്തിലേക്ക് അല്ലാഹു തആല ചേർത്ത് കൊടുക്കും. അവർക്ക് പിന്നെ നരകത്തിന്റെ മുകളിലൂടെ, നരകത്തിന്റെ തീജാലകൾക്കുള്ളിലൂടെ ഇങ്ങനെ പാറി കളിക്കും. പടച്ചവൻ അതിങ്ങനെ പാറി നടക്കും. അതിന് വല്ലാത്ത വേദനയാ, പ്രയാസമാ. അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആറാമതായിട്ടാണ് അതാവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വിഭാഗമാരാ? ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കൊടുക്കുന്ന പടച്ചറബേ വിഭാഗം ആരാണെന്നറിയോ? അർവാഹുൽ ഉലമാ.
ആലിമീങ്ങളായ ഉലമാക്കളായ ആളുകളുണ്ടല്ലോ, അവിടെ റൂഹാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഒരുപാട് ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ ഉസ്താദന്മാരെ ഒന്ന് എടുത്തു നോക്കൂ. എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാരാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, നമ്മുടെയൊക്കെ മദ്രസകളിൽ പഠിപ്പിച്ച തഖ്വയോട് കൂടെ നടക്കുന്ന എത്രയോ ഉസ്താദന്മാരെ നമുക്ക് കാണുമല്ലോ. ആ പണ്ഡിത മഹത്തുക്കളാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവർക്ക് അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗലോകം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തആല പ്രത്യേകമായിട്ട് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിന്റെ ഉള്ളറയിലേക്ക് അല്ലാഹു തആല പറഞ്ഞു വിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് നമ്മുടെ മരണപ്പെട്ടു പോയ റൂഹുകൾ വന്ന് നിൽക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിനെ കുറിച്ചിട്ട് ചോദിച്ചു. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ റൂഹിനെ കുറിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നമ്മുടെ ശരീരവും നമ്മുടെ റൂഹുമെല്ലാം പടച്ചവനെ ഒരുമിച്ച് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും പടച്ചവനെ നമ്മുടെ ശരീരവും റൂഹും ഒരുപോലെയാണ്. അങ്ങനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ പടച്ചവനെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കടന്നു വരികയാണ്, നമ്മുടെ റൂഹിനെ പിടിക്കുകയാണ്. അല്ലാഹുവേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും നമ്മുടെ റൂഹും ശരീരവും ഒരുപോലെ നിന്നുകൊണ്ടാണ് പടച്ചവനെ ചെയ്യുന്നത്. എന്നാൽ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ നിന്നങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റൂഹ് പടച്ചു തമ്പുരാന്റെ മുമ്പിലാണല്ലോ, പിന്നെ റൂഹ് പടച്ച റബ്ബിന്റെ മുമ്പിലാണ്. നമ്മുടെ ശരീരം പിന്നെ ഖബറിന്റെ ഉള്ളിലാണ്. പടച്ചവനെ, നമ്മുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, മക്കളും സഹോദരങ്ങളെല്ലാം ഇന്ന് ആരടി മണ്ണിലാണ്. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ റൂഹിന് അല്ലാഹുവിന്റെ മുമ്പിലാ, വാപ്പാന്റെ റൂഹിന് അല്ലാഹുവിന്റെ മുമ്പിലാ, മക്കളുടെ റൂഹിന് അല്ലാഹുവിന്റെ മുമ്പിലാ. പടച്ചവനെ, എന്നാൽ നമ്മുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും സഹോദരങ്ങളുടെയും ശരീരം എവിടെയാ? അല്ലാഹുവേ, ഇന്ന് നമ്മുടെ നാടുകളിലെ പള്ളിക്കാട്ടിലാണ്. ആ പള്ളിക്കാടിന്റെ ഉള്ളറയിലാണ് പടച്ചവനെ അവിടൊക്കെ ശരീരം കിടക്കുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പടച്ചവനെ റൂഹ് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലാ അല്ലാ, എനിക്കെന്റെ ശരീരത്തിൽ ഒന്ന് കാണണം അല്ലാ, എനിക്കെന്റെ ശരീരത്തെ ഒന്ന് കാണണം അല്ലാ, ഒന്നവിടെ നിന്ന് അനുവാദം തരുമോ, ഒന്നവിടെ നിന്ന് അനുവാദം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പടച്ചവനെ നമ്മുടെ റൂഹ് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് അനുവാദം കൊടുക്കുകയാണ്. തന്റെ ശരീരത്തിന്റെ അരികിലേക്ക് പടച്ച റബ്ബ് വയൻദുറു ഇലൈഹി മിൻ ബഈദ്, ഒരുപാട് അകലെ വന്നു നിന്നുകൊണ്ട് പടച്ചവനെ റൂഹിങ്ങനെ ശരീരത്തെ നോക്കുകയാണല്ലോ, റൂഹിങ്ങനെ ശരീരത്തെ നോക്കുകയാ. വയബ്ഖി ബുഖാഅൻ തവീലാ, ദൂരെ നിന്നുകൊണ്ട് ആത്മാവിങ്ങനെ റൂഹിങ്ങനെ പൊട്ടിക്കരയുകയാണ് ശരീരത്തെ നോക്കിക്കൊണ്ട്. എന്തേ കാരണമെന്നറിയോ? ആ
തന്റെ ശരീരത്തിന്റെ വായിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാ. പടച്ചവനെ, രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ചെവിയിലൂടെ മൂക്കിലൂടെ രക്തം ഇങ്ങനെ കടന്നു വരികയാ. വായിലൂടെയും മൂക്കിലൂടെയും രക്തം വരുന്നത് കണ്ടുകൊണ്ട് തന്റെ റൂഹ് നിന്നുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് അതാ അവിടുന്ന് പറയുന്നത്, ഈ ദുനിയാവിൽ തന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് നോക്കണേ മോനെ, ഒന്ന് ചിന്തിക്കണം പൊന്നുമോനെ. ദുനിയാവിൽ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, പടച്ചുറപ്പേ, നമ്മൾ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. എവിടേക്ക് പോകുമ്പോഴും എന്റെ രോഗമുണ്ടായിരുന്നു, എന്റെ ശരീരമുണ്ടായിരുന്നല്ലോ. എന്ത് പറയുമ്പോഴും ശരീരവും രോഗം ഒരുമിച്ചാണല്ലോ. പടച്ചവറമ്പേ, 2 മണിക്ക് ക്ലാസ് ഉണ്ട്, 2:30 ക്ലാസ് കേൾക്കുമ്പോഴും രോഗവും ശരീരവും ഒരുമിച്ചിരുന്നിട്ടാണല്ലോ ക്ലാസ് കേൾക്കുന്നത്. എന്നാ നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ ശരീരം മറ്റൊരിടത്താ, നമ്മുടെ രോഗം മറ്റൊരിടത്താ. രണ്ടും ഇങ്ങനെ നിന്നുകൊണ്ട് വിരമിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. എന്നിട്ട് അവിടുന്ന് റൂഹ പറയുന്നു അതിന്റെ ശരീരത്തോട്, ഇവിടെ സമാധാനമില്ലടാ, ഇവിടെ സമാധാനമില്ലടാ. ഇന്ന് നമ്മൾ 2 പേരും 2 ദിക്കിലാ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നന്മയും നമ്മൾ ചെയ്യുന്ന തിന്മയും എല്ലാം ഇവിടെ ചോദ്യം ചെയ്യുകയാണ്, നമുക്ക് കാണിച്ചു തരികയാണ്. ഇവിടെ വല്ലാത്ത അവസ്ഥയുള്ള സ്ഥലമാണെന്ന് റൂഹ നിന്നുകൊണ്ട് വിലപിക്കുമെന്ന് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ചുറപ്പേ, തന്റെ ശരീരത്തിന്റെ ചാരത്തിൽ നിന്ന് റൂഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിട പറയുകയാണ്, ദൂരേക്ക് മായുകയാണല്ലോ. 5ാമത്തെ ദിവസം കടന്നു വരുമ്പോ വീണ്ടും അതാ പടച്ചവനോട് തന്റെ റൂഹ് ചോദിക്കുകയാണ്, എന്റെ റൂഹ് പടച്ചവനോട് ചോദിക്കുകയാണ്, എനിക്കെന്റെ ശരീരത്തെ ഒന്നും കൂടെ കാണണം അല്ലാഹ്, അതിനുള്ള അവസരം ഒന്ന് തരുമോ അല്ലാഹ്. അല്ലാഹ് അനുവാദം കൊടുക്കുകയാണ്. റൂഹ് അതാ നേരെ കടന്നു വരികയാണ്. പടച്ചവനെ, തന്റെ ശരീരത്തെ റൂഹ് ദൂരത്തിൽ നിന്നിട്ട് ഇങ്ങനെ കാണുകയാണ്, ദൂരെ നിന്നുകൊണ്ട് കാണുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാ. എന്തേ കാരണമെന്നറിയോ? 3ാമത്തെ ദിവസം കടന്നു വന്നപ്പോ വായിലൂടെയും മൂക്കിലൂടെയും മാത്രമാണ് രക്തം കടന്നു വന്നത്. എന്നാ പടച്ചവനെ, പിന്നീട് രക്തം കടന്നു വരുന്നത് ഏതിലൂടെയുമുണ്ട്, ചെവിയിലൂടെയും കൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. രക്തം മാത്രമല്ല, ജലം കൂടെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ പൊന്നു പോലെ നോക്കിയ നമ്മുടെ ശരീരമാണ്. പടച്ചറബേ, എത്രയോ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അവിടുന്ന് നിറം കൂട്ടിയ, അവിടുന്ന് പോളിഷ് ചെയ്തെടുത്ത പടച്ചവനെ ശരീരമാണല്ലോ. നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് എന്റെയും നിങ്ങളുടെയും ശരീരം കൊണ്ടുവച്ചാലുള്ള അവസ്ഥയാണ്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദൂരെ നിന്നുകൊണ്ട് പടച്ചവനെ തന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് റൂഹ് അവിടുന്ന് പറയുകയാണ്, ഈ പരിശുദ്ധമായ പടച്ചറബേ, ഖബർ എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലാത്ത പ്രയാസമാണ്. ഹമ്മ കൊണ്ടും ഇറക്കപ്പെട്ടതാ. ഇവിടെ വല്ലാത്ത വേദനയാ, ഇവിടെ വല്ലാത്ത പ്രയാസമാണ്, ദുഃഖമാണ്, സങ്കടമാണെന്ന് അതാ അവിടുന്ന് റൂഹ് ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ട് പറയുകയാ. പടച്ചവനെ, ശരീരമൊന്ന് നോക്കണേ എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, ശരീരമൊന്ന് നോക്കൂ, പുഴുക്കളെ കൊണ്ട് നിറക്കപ്പെട്ടതാണല്ലോ. ഇവിടെ ദുഃഖമാ, ഇവിടെ സങ്കടമാ, ഇവിടെ ഇരുട്ടാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. തന്റെ റൂഹ് നിന്നുകൊണ്ട് വിലപിക്കുകയാ. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂഹ് ഇങ്ങനെ കടന്നു പോവുകയാ. എന്നിട്ടതാ 7ാമത്തെ ദിവസം കടന്നു വരുമ്പോ വീണ്ടും അതാ പടച്ചറബിനോട് ചോദിക്കുകയാണ്, അല്ലാഹ്
എനിക്കെന്റെ ശരീരത്തെ ഒന്ന് കാണണം അല്ലാ, എനിക്കെന്റെ ശരീരത്തെ ഒന്ന് കാണണം അല്ലാ, എനിക്കൊന്നൊരു വാദം തരുവോ അല്ലാ. പഠിച്ചവനെ നേരെയതാ തന്റെ ശരീരത്തിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിങ്ങനെ നോക്കുമ്പോ അല്ലാഹുവേ ദൂരെ നിന്ന് കരയുകയാണ് ഉമ്മാത്തിന്റെ റൂഹ്, ദൂരെ നിന്ന് കൊണ്ട് കരയുകയാണ്. അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബേ ആത്മാവ് പൊട്ടിക്കരയുകയാ, പൊട്ടിക്കരയുകയാ. എന്തേ കാരണമെന്നറിയോ? നേരത്തെ കടന്നു വന്നപ്പോ മൂക്കിലൂടെയും വായിലൂടെയും രക്തം വന്നോ, പിന്നെ ചെവിയിലൂടെയും രക്തം വന്നോ. ഇപ്പൊ കടന്നു വന്നപ്പോ ശരീരം ഇങ്ങനെ പുഴുക്കൾ തിന്നുകയാണ്. പുഴുക്കളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് മനുഷ്യന്റെ ശരീരത്തെ തിന്ന് തീർക്കുകയാണ്. ആ സമയത്ത് പടച്ച റബ്ബേ ദൂരെ നിന്നിട്ട് ചോദിക്കുകയാ, ദൂരെ നിന്നിട്ട് തന്റെ ആത്മാവ് ചോദിക്കുകയാ, അയിന അഖാരിബുക, എവിടെ നിന്റെ അടുത്ത ആളുകൾ എവിടെ? അയിന ഔലാദുക, നിന്റെ പടച്ചവനെ നിന്റെ മക്കൾ എവിടെ? നീ എല്ലാം മാറ്റിവെച്ചതല്ല, നീക്കി വെച്ചത് നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ. നിന്റെ സമ്പത്ത് നീ ബാക്കി വെച്ചത് നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടോ. അവരെവിടെയാണ്, അവരെവിടെയാണെന്ന് പടച്ചവനെ നമ്മുടെ റൂഹ് ഇങ്ങനെ നമ്മുടെ ശരീരത്തോട് സംസാരിക്കുകയാ. അയിന ഇഖ്വാനുക, നിന്റെ സഹോദരങ്ങൾ എവിടെ? അയിന അസ്തിഖാഉക, നിന്റെ കൂട്ടുകാരെവിടെയാ എന്നവിടെ നിന്ന് നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ദുനിയാവിൽ വെച്ചിട്ട് ഉപേക്ഷിച്ചു പോയതൊന്നും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ, ഒന്നും നമുക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ. ഈ ദുനിയാവിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു നന്മക്ക് വേണ്ടിയിട്ട് ഒരു 10,000 ചോദിക്കുമ്പോ, 1000 ചോദിക്കുമ്പോ, 100 രൂപ ചോദിക്കുമ്പോ പഠിച്ചവനെ പെട്ടിക്കകത്ത് ഇങ്ങനെ പണം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മളൊക്കെ നടക്കുന്നവരാണ്. നമ്മളുണ്ടാക്കിയ സമ്പത്ത് അത് നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ഉപകരിക്കണ്ടേ? നാളെ അള്ളാന്റെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലുന്ന സമയത്തോ ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തുമല്ല നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ നമുക്ക് ഉപകരിക്കണല്ലോ. അല്ലാഹുവേ അതുകൊണ്ടാണ് റൂഹ് നമ്മുടെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഒരുപാട് പവർ ഉണ്ടാക്കി, അധികാരമുണ്ടാക്കി, ഇവിടെ മക്കളുണ്ട്. പടച്ചവനെ എവിടെയാടാ ഇവരെല്ലാം? ഇവർക്ക് വേണ്ടിയിട്ടാണ് നീ പലപ്പോഴും സമയം കണ്ടെത്തിയത്, ഇവർക്ക് വേണ്ടിയിട്ടാണ് നീ എപ്പോഴും സമയം കണ്ടെത്തുന്നത്, നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് ഇവർ ഉപകാരപ്പെടുന്നില്ല? എന്ത് ഇവരൊക്കെ എവിടെ എന്ന് നിന്റെ ശരീരത്തോട് ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്, ഇനി റൂഹുകൾ നമ്മുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും റൂഹ് നമ്മുടെ ചാരത്തേക്ക് വരിക, നമ്മുടെ വീടിന്റെ ഉള്ളറയിലേക്ക്, നമ്മുടെ വാതിലിലേക്ക് വരികയാണ്. അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇദാ മാതൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യനെങ്ങാനും മരണപ്പെട്ടാൽ, പഠിച്ചവനെ ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ റൂഹതാ പഠിച്ചവനെ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമല്ലോ. പഠിച്ചവനെ ഒരു മാസക്കാലം അവന്റെ വീടിന്റെ ചുറ്റുഭാഗത്തിലൂടെ അവന്റെ റൂഹ് ഇങ്ങനെ നടക്കുമെന്ന്, സഞ്ചരിക്കുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ എല്ലാം കാണുകയാണ്, മക്കളെ കാണുകയാണ്, ഭാര്യയെ കാണുകയാണ്, ഉമ്മാനെ കാണുകയാണ്, തന്റെ കൂട്ടുകാർ, തന്റെ സഹോദരങ്ങളെ മുഴുവനും കാണുമെന്ന് അതാ പ്രവാചകർ അവിടെ നിന്ന് പറയുകയാ.
തന്റെ കുടുംബം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, അവരെന്നെ കാണുന്നുണ്ടോ, അവരെന്നെ അറിയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പടച്ചവനെ നമ്മുടെ റൂഹ് ഇങ്ങനെ അറിയുമെന്നോ. അതാ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ നമ്മോട് അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊഴിക്ക് മുകളിലൂടെ പടച്ച റബ്ബേ ബാക്കി വെച്ചത് അല്ലാഹ് തന്റെ ആത്മാവ് മുഴുവനും നോക്കുകയാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പടച്ചവനെ ബാക്കി വെച്ചുകൊണ്ട് കടന്നു പോകുമ്പോ എന്തെല്ലാമാണ് ഇവിടെ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത്, ആരൊക്കെയാണത് ഉപയോഗപ്പെടുത്തുന്നത്? തന്റെ മക്കളാതാ തന്റെ സമ്പത്തെടുക്കുന്നുണ്ട്, തന്റെ ഭാര്യ തന്റെ സമ്പത്തെടുക്കുന്നുണ്ട്, തന്റെ വാഹനം എടുക്കുന്നുണ്ട്, തന്റെ വീട്ടിൽ അവർച്ചവനെ കയറിയിട്ട് താമസിക്കുന്നുണ്ട്. ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടുന്ന് ഓരോ റൂഹുകളും പടച്ചവനെ തന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് അറിയുമെന്നോ. അതാ അവിടുന്ന് നോക്കുമെന്ന് മുത്തുനബിയാ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു വർഷം വരെ ഇടയ്ക്ക് വീട്ടിൽ ഇങ്ങനെ വന്നു കാണുമെന്നോ. അതാ അവിടുന്ന് വരുമെന്നോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്, അല്ലാഹുവേ, ഓരോ വർഷവും അല്ലാഹുവിനോട് അവിടുന്ന് അനുവാദം ചോദിക്കുന്നുണ്ട്. അല്ലാഹ്, എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് പോകണമല്ലോ, എനിക്ക് എന്റെ കുടുംബത്തിലേക്കൊന്ന് പോകണമല്ലോ എന്ന് ഓരോ റൂഹുകളും അവിടുന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുന്ന് അനുവാദം ചോദിക്കുകയാ. എന്നിട്ടോ അല്ലാഹുവേ, നമ്മുടെ റൂഹ് നമ്മുടെ വീടിന്റെ ചാരത്തേക്ക് കടന്നു വരുന്ന, നമ്മുടെ വീടിന്റെ വാതിലിലേക്ക് കടന്നു വരുന്ന സമയമേതെന്നറിയോ? അതാ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ വീടിന്റെ വാതിലിന്റെ മുമ്പിലേക്കും കടന്നു വന്നുകൊണ്ട് റൂഹ് അവിടുന്ന് വിലപിക്കുന്നുണ്ട്. തന്റെ മക്കളോട് സ്വാഗതം പറയുന്നുണ്ട്, തന്റെ ഭാര്യയോട് സ്വാഗതം പറയുന്നുണ്ട്, തന്റെ കൂടപ്പിറപ്പുകളോട് വേവലാതിപ്പെടുന്നുണ്ട്. പടച്ചറബ്ബേ, എന്നിട്ട് അവിടുന്ന് തന്റെ മക്കളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? തർഹമൂ അലൈനാ, മക്കളെ, നിങ്ങൾ എനിക്കൊന്ന് കരുണ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമെന്ന് അതാ അവിടുന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തന്റെ ഉമ്മ വരുന്നുണ്ട് ഉമ്മ, തന്റെ വാപ്പ വരുന്നുണ്ട് ഉമ്മ, തന്റെ മരണപ്പെട്ട മക്കളെ കടന്നു വരുന്നുണ്ടല്ലോ, എല്ലാവരും നമ്മുടെ വീടിന്റെ ചാരത്ത് വരികയാണ്. ഉമ്മയല്ലേ നമുക്കെല്ലാം തന്നിട്ടുള്ളത്? പല ആളുകളും പറയുമല്ലോ, ഉമ്മ മരിച്ചതിന്റെ ശേഷം ഉസ്താദേ ജീവിതത്തിൽ ഒരർത്ഥവുമില്ല, വാപ്പ മരിച്ചതിന്റെ ശേഷം ജീവിതത്തിൽ പ്രയാസമാണ്. കാരണം എനിക്ക് തനിയായിരുന്നു എന്റെ വാപ്പ, എല്ലാമായിരുന്നു എന്റെ ഉമ്മ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ളതെന്നറിയോ? പടച്ചു തമ്പേ, ആ ഉമ്മാനെ ഓർക്കുന്നുണ്ടോ മോനെ? ആ വാപ്പാക്ക് നീ കാരുണ്യം ചെയ്യുന്നുണ്ടോ? ആ വാപ്പാക്ക് നീ നിന്റെ നന്മകൾ തുറന്നു കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കരഞ്ഞുകൊണ്ട് തന്റെ വാതിലിന്റെ ചാരത്ത് വന്നുകൊണ്ട് തന്റെ മക്കളോട് കരുണ ചെയ്യുമോ എന്ന് യാചിക്കുകയാ, എനിക്ക് നന്മ ചെയ്യുമോ എന്ന് യാചിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആരാ കരുണ കാണിക്കുന്നത്? ആരാ കരുണ കാണിക്കുന്നത്? പടച്ചറബ്ബേ, തന്റെ വാപ്പയും ഉമ്മയും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് മോനെ, ഒറ്റപ്പെട്ടിരിക്കുകയാണ് മോനെ. ദുനിയാവിൽ വെച്ചിട്ടല്ല നിനക്ക് ഞാൻ ചെയ്തു തന്നതല്ലേ, നിനക്ക് ഞാനെല്ലാം ചെയ്തു തന്നതല്ലേ, നീ എനിക്ക് കരുണ ചെയ്യുന്നുണ്ടോടാ? എന്റെ വീട്ടിനകത്ത് നീ കയറിയിരിക്കുകയാ, എന്റെ വസ്ത്രങ്ങൾ നീ ഉപയോഗിച്ചിരിക്കുകയാ, പടച്ചുറപ്പേ എന്റെ വാഹനം നീ എടുത്തിരിക്കുകയാ, എല്ലാം എന്റെതെടുത്തിട്ട്, എല്ലാം എന്റെതെടുത്തിട്ട് എന്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഇന്ന് നീ എന്നെ അറിയാത്തവനായി മാറുന്നുണ്ടോ?
ഞങ്ങൾക്കിനി നന്മ ചെയ്യാൻ കഴിയില്ലടാ, ഞങ്ങൾക്കിനി നന്മ ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾ ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്കത് രക്ഷയാണെന്ന് ഓരോ ആത്മാവും കടന്നു വന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുമെന്ന് അത് അവിടുന്ന് പ്രവാചകരാ പഠിപ്പിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഉമ്മമാരെ കടന്നു വന്നുകൊണ്ട് പറയുകയാ, നിങ്ങളുടെ ഏടുകളിതാ അടച്ചു വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഏടുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഇനി നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് അത് അവിടുന്ന് പടച്ചവനെ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഓരോ റൂഹുകളും വന്നിട്ട് വിലപിക്കുകയാണ്, പടച്ചവനെ ഇനി അവിടുന്ന് ആത്മാർത്ഥമായിട്ട് തന്റെ വാപ്പാക്കും തന്റെ ഉമ്മാക്കും തന്റെ വീടിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ഫാത്തിഹ ഓതുന്ന വാപ്പ, ഫാത്തിഹ ഓതുന്ന പിന്നെ ഫാത്തിഹകളും യാസീനുകളും ദിക്റുകളുമായിട്ട് കിടന്നുകൂടുന്ന എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫൈം വജത്തു സയ്യിദി ലി സയ്യിദി ലിമയ്യിതി മിനസ് സദഖത്തി വദ്ദുആ. ആരെങ്കിലും പടച്ച റബ്ബേ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് തന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് അവിടെ നിന്നെങ്ങാനും പടച്ചവനെ എന്തെങ്കിലും അവിടുന്ന് നന്മകൾ ചെയ്താൽ, അവിടുന്ന് നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജഅ ഫറഹും മസ്റൂറാ. അവരതാ സന്തോഷത്തോടെ കൂടെ പടച്ചവനെ എന്തൊക്കെയോ ലഭിച്ചതുപോലെ സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അല്ലാഹുവേ അവിടുന്ന് ഓടി മറയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. ഉമ്മ മണ്ണിലേക്ക് അങ്ങ് വെച്ചത് കൂടെ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കല്ലേ. നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും ബന്ധപ്പെട്ടവരെയും മണ്ണിലേക്ക് അങ്ങ് വെച്ചതോടുകൂടെ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കല്ലേ. പ്രവാചകരാ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉമ്മയും ബാപ്പയും കടന്നു വന്നുകൊണ്ട് പറയാ, നമ്മളോട് യാചിക്കുക, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവേ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി ദുനിയാവിൽ നമ്മൾ നന്മ ചൊല്ലുമ്പോ നന്മകൾ പറയുമ്പോ അല്ലാഹുവേ അവിടെ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയോ, അവിടെ പരലോകത്തെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാ, അതാ അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവേ നിലയില്ലാത്ത വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്നൊരു മനുഷ്യന്റെ അവസ്ഥ എന്താ? അതുപോലെയാണ് ആ സമയത്ത് അവന്റെ മുമ്പിലേക്ക് നമ്മൾ രക്ഷകരായിട്ടൊരു കയറങ്ങ് എടുത്തു കൊടുത്താൽ അവന് എത്രത്തോളം സന്തോഷവാനാ. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതാ മുത്തുനബി അവിടുന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് തന്റെ വാപ്പയും തന്റെ ഉമ്മയും തന്റെ മക്കളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് റബ്ബേ അവിടുന്ന് പ്രതീക്ഷിക്കാത്ത രൂപത്തില് അല്ലാഹുവേ ഒരു നന്മയും ലഭിച്ചില്ല, ഒരു ഫാത്തിഹ ഓതുന്നില്ല, ഒരു ദിക്റുകൾ ചെല്ലുന്നില്ല, സ്വലാത്തുകൾ ചെല്ലുന്നില്ല, തസ്ബീഹുകൾ ചെല്ലുന്നില്ല, തന്റെ വാപ്പാനെയും ഉമ്മാനെയും പടച്ച റബ്ബേ ഓർക്കുക പോലും ചെയ്യാത്ത വീടിന്റെ ഉള്ളറയാണെങ്കിൽ, അങ്ങനത്തെ മക്കളാണെങ്കിൽ അത് അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജഅ മർഹൂമാ. അവരിങ്ങനെ ആട്ടുവിട്ടിട്ട് ആരെങ്കിലും പടച്ച റബ്ബേ യാചിക്കാൻ പോകുമ്പോ അവിടുന്ന് തച്ച് ആട്ടുവല്ലോ. അപ്പോ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഓടുന്നത്? പുഞ്ചിരിച്ചു കൊണ്ടാണോ ഉമ്മ ഓടുക? പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടല്ലേ ഓടുക? അതുപോലെ ഓടുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ ചാരത്തേക്ക് വന്നിട്ട് ഒരു ആവശ്യം ചോദിക്കുമ്പോ തന്റെ ഉമ്മാക്കും വാപ്പാക്കും ഒരു യാസീൻ ഓതാത്ത ദിനങ്ങൾ നമ്മുടെ വീടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ മുമ്പിൽ യാചിച്ചിട്ട് നീ ആട്ടിവിട്ടവനെ പോലെ ഓടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നമുക്കെല്ലാം തന്നിട്ട് നമ്മളെ വളർത്തിയെടുത്ത നമ്മുടെ ഉമ്മ
നമ്മുടെ എല്ലാം തന്നെ നമ്മളെ വളർത്തിയെടുത്ത് നമ്മുടെ വാപ്പ അവര് മരണപ്പെട്ടിട്ട് ദുനിയാവിലേക്ക് പിന്നീട് അവിടെ റൂഹ് വരിക. നമ്മുടെ വീടിന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കാണ്, മോനെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യോ, ഒരു സ്വതക്ക ചെയ്യോടാ, നീ ഒരു ദുആ ചെയ്യോടാ, ഒരു ഫാത്തിഹ ഓതോ മോനെ, നീ എനിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ നമ്മളൊന്നും ചെയ്യുന്നില്ല. വാപ്പയും ഉമ്മയും അവിടുന്ന് നിരാശരായിട്ട് ആട്ടിവിട്ടവരെ പോലെ ഓടിപ്പോകുമെന്ന് അതാ അവിടുന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും അല്ലാഹു തആല സ്വർഗ്ഗം കൊടുത്ത് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് നമ്മളും ഇതുപോലെ അനുഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിനറിയോ, നമ്മൾ ഒരിക്കലും നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും മറക്കരുത് കേട്ടോ. നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും നമ്മൾ മറക്കരുത്. അവരെ നമുക്ക് ഓർമ്മ വേണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ചില ദിവസങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ മരണപ്പെട്ട വാപ്പയും ഉമ്മയും നിങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് വരുന്ന ചില ദിവസങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രി, രണ്ട് വലിയ പെരുന്നാളിന്റെ രാത്രി. ഒന്നേതാ? ചെറിയ പെരുന്നാളിന്റെ രാത്രി നിന്റെ വീടിന്റെ മുമ്പിലേക്ക് വാതിലിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നിന്റെ വാപ്പയും ഉമ്മയും കടന്നു വരും. അതേപോലെ തന്നെ രണ്ട് വലിയ പെരുന്നാളിന്റെ രാത്രി, രണ്ട് പെരുന്നാളിന്റെ ദിവസവും വരും. എന്നിട്ട് എനിക്ക് വേണ്ടി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കും. നമ്മൾ ആ സമയത്ത് എന്തെല്ലാം തിരക്കില, നമ്മൾ പല തിരക്കില. നാളേക്കുള്ള ഡ്രസ് എടുക്കലും, പടച്ചുറപ്പെ നാളേക്കുള്ള ഡ്രസ് എടുക്കലും, അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ. പടച്ചവനെ, ഡ്രസ് എടുക്കണം, നാളേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, വിരുന്നുകാർ വരുന്നുണ്ട്, മകള് വരുന്നുണ്ട്, മരുമക്കൾ വരുന്നുണ്ട്, അല്ലേ? ഭയങ്കര തിരക്കാ. എടാ, തലേ ദിവസം നിന്റെ രാത്രിയിൽ നിന്റെ വാപ്പയും ഉമ്മയും കടന്നു വന്നിട്ട് നോക്കുക, എനിക്ക് വേണ്ടിയിട്ട് എന്റെ കുടുംബങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്റെ മകൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പെരുന്നാളിന്റെ രാത്രിയിൽ നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് വരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ, ഇന്നലെ രാത്രി എന്റെയും നിങ്ങളുടെയും ഉമ്മ ബാപ്പ നമ്മുടെ വീടിന്റെ വാതിൽ വന്നിട്ടുണ്ടാകും ഇന്നലത്തെ രാത്രി. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസത്തിൽ മരണപ്പെട്ടു പോയവർക്ക് പ്രത്യേകം പ്രാർത്ഥനയും യാസീൻ ഓതണമെന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തത് എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശഅബാൻ 15ന്റെ രാത്രിയാ, നമ്മൾ പറയുന്ന ബറാഅത്തിന്റെ രാത്രിയാ. ആ രാത്രിയിലും നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും നിന്റെ വീടിന്റെ വാതിലിൽ വന്നു നിൽക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മക്കൾ എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ചാമത്തത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. നിന്റെ വാപ്പയും ഉമ്മയും ഇറങ്ങി വരുന്ന രാത്രി, അവിടെ റൂഹ് ഇറങ്ങി വരുന്ന രാത്രി. എന്റെ പ്രിയമുള്ളവരെ, 6 എല്ലാ വെള്ളിയാഴ്ച രാവിലും, അഥവാ വ്യാഴാഴ്ച രാത്രിയിൽ, എല്ലാ വെള്ളിയാഴ്ച രാവിലും നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും അവിടെ റൂഹ് നമ്മുടെ വീടിന്റെ വാതിലിലേക്ക് കടന്നു വരും. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് അവരിങ്ങനെ ചോദിക്കും, മക്കളെ എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചവർ വിലപിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയങ്ങൾ നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. ഈ സമയങ്ങളിൽ നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. ഈ ദിവസങ്ങൾ മുഴുവനും നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ രാത്രികളാ. എന്റെ പ്രിയമുള്ളവർ, നമുക്ക് വേണ്ടി, അവർക്കൊരു കാര്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അവിടെ റൂഹുകൾ നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുന്ന രാത്രിയാ. നമ്മൾ ഉപയോഗപ്പെടുത്തണം, അവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടെ പറയാം, രണ്ട് പെരുന്നാളിന്റെ ദിനങ്ങൾ, രാത്രികൾ, റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അതേപോലെ തന്നെ ശഅബാനിന്റെ പകുതി, അല്ലെ 15ന്റെ ദിവസത്തിൽ നമ്മൾ പറയും ബറാഅത്തിന്റെ ദിനം, അല്ലെ ആ ദിനത്തിൽ, അതേപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച, എല്ലാ ആഴ്ച, അല്ലെ വെള്ളിയാഴ്ച രാവിലെ നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ റൂഹ് വരും. ഇൻഷാ അല്ലാഹ് ഓരോ വ്യാഴാഴ്ചയും നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങണം. വാപ്പാക്ക് യാസീൻ ഓതി, മരിച്ച ഉമ്മാക്ക് യാസീൻ ഓതി, മക്കൾക്ക് യാസീൻ ഓതി നമ്മൾ കൊള്ളേണ്ട രാത്രികളാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.